ശ്രുതി വരും ആ താലി വീടെത്തുന്നവരെ അവിടെ നിന്നോട്ടെ. അവിടെ എത്തുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് ചോദിക്കും. നിധി അതിന് സമ്മതിക്കും. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും, മേഡം ഇത് ഞാൻ കെട്ടിയ താലിയാ, ഞാൻ ആഗ്രഹിച്ച് നടന്ന കല്യാണവും. ആ താലി ആ കഴുത്ത് തന്നെ കിടക്കണം. ശ്രുതി നിധിയെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറുകയാണ്. ശ്രുതി ചോദിക്കും, എന്താ കഴിക്കാൻ വേണ്ടത്? നിധി പറയും, എനിക്കൊന്നും വേണ്ട, ഒരു ചായ മാത്രം മതി എന്ന് പറയും. ശ്രുതി അവിടുത്തെ ആളോട് പറയും, 2 ചായയും 2 വടയും. നിധി പറയും, എനിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ശ്രുതി പറയും, 2 വട എനിക്കാ. ശ്രുതി നിധിയോട് ചോദിക്കും, സാധാരണ സ്ത്രീകളൊക്കെ കോഫിയാണല്ലോ കുടിക്കാന്ന് പറയും. നിധി പറയും, എന്നാ ആര് പറഞ്ഞു? ശ്രുതി പറയും, സിനിമയിലൊക്കെ അങ്ങനെ. നിധി പറയും, ഇത് സിനിമയല്ലല്ലോ, എൻ്റെ വീട്ടിലെ സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല. പെൺകുട്ടികൾ കൂടെ കോളേജിലൊന്നും പഠിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞാൻ പെൺകുട്ടികളോടൊന്നും അധികം കൂട്ടുകൂടാറില്ലായിരുന്നു. ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇത്ര ദൂരം യാത്ര ചെയ്യുന്നത് തന്നെ ആദ്യമായിട്ടാണ്. നിധി ചോദിക്കും, അപ്പോൾ ട്രാവൽസിൽ വരുന്ന കസ്റ്റമേഴ്സോ? ശ്രുതി പറയും, ട്രാവൽസ് ആകുമ്പോൾ അതിൽ ഡ്രൈവർ ഉണ്ടാവുമല്ലോ, ഞാൻ പോട്ട കാര്യമില്ലല്ലോ. ഇനി എങ്ങാനും ഞാൻ ഓടിക്കേണ്ടി വന്നാൽ അതിൽ കയറുന്നത് പെണ്ണാണെങ്കിൽ എവിടെ ഇറങ്ങണം എന്ന് മാത്രം, വേറെ ഒന്നും ഞാൻ ചോദിക്കാറില്ല. എനിക്ക് അവരോടൊക്കെ സംസാരിക്കാൻ എന്തോ ഒരു നാണവും ചമ്മലും ഒക്കെ. നിധി ചോദിക്കും, എന്നോട് സംസാരിക്കുമ്പോൾ ഇതൊന്നും തോന്നിയില്ലല്ലോ. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും, പണി പാളി. അതാണ് എനിക്കും അത്ഭുതം, സത്യത്തിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. നിധി പറയും, പറയുന്നതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ശ്രുതി ജീപ്പ് പോയിട്ട് ശ്രുതിയുടെ ഫോൺ എടുത്ത് ഓണാക്കാണ്. ആ സമയത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് കോള് വരുന്നത്. സുഭാഷ് ശ്രുതിയോട് വയ്ക്കും, എന്തൊക്കെയാടാ ഞാൻ കേൾക്കും. ശ്രുതി വയ്ക്കും, എന്താ? നികേഷ് പറയും, ശ്രുതിയേട്ടൻ കല്യാണം കഴിച്ചുവെന്ന്. ശ്രുതി വയ്ക്കും, ആരാ പറഞ്ഞ്? കേട്ടത് ശരിയാണോ? ശ്രുതി പറയും, ഞാൻ ചെറുതായിട്ടൊന്ന് കെട്ടിപ്പോയി. സുഭാഷിനാണെങ്കിൽ ടെൻഷനാ. സുഭാഷ് ഇങ്ങനെ ചോദിക്കും, എടാ അവരെ നിന്നെ എന്തേലും ചെയ്തോ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ശ്രുതി പറയും, പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. നിങ്ങളോട് ആരാ ഇത് പറഞ്ഞതെന്ന് പിന്നെയും ചോദിക്കുമ്പോൾ നികേഷ് പറയും, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതാന്ന് പറയും. നികേഷിനും ഹരീഷിനും നല്ല സന്തോഷമാവും. നികേഷ് ഇങ്ങനെ പറയും, നമ്മുടെ വീട്ടിലെ അങ്ങനെ ഒരു കല്യാണം നടന്നു. ശ്രുതി നിധിയുടെ അടുത്തേക്ക് വരുമ്പോൾ നിധി ആ വട എടുത്ത് കഴിക്കുകയാണ്. ശ്രുതി പറയും, വട വേണ്ടെന്ന് ആരോ പറഞ്ഞിരുന്നു. നിധി പറയും, കണ്ടപ്പോൾ വിശപ്പ് തോന്നി, അപ്പം ഞാൻ കഴിച്ചു. വീട്ടിലാണെങ്കിൽ ഇവർ തകൃതിയായിട്ടുള്ള ആലോചനകൾ നടക്കുകയാണ്. ആ കുട്ടി വരുമ്പോൾ താമസിക്കാൻ റൂം റെഡിയാക്കണം, ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കണം. സുഭാഷ് ആണെങ്കിൽ ആ കുട്ടി വരുമ്പോഴത്തേക്ക് കഴിക്കാൻ ചിക്കനും ചപ്പാത്തിയും ഉണ്ടാക്കാം, കൂടെ ഒരു വെജ് ഇഷ്ടവും ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. നിധി ശ്രുതിയോട് വയ്ക്കും, നമ്മൾ ഇന്ന് വീട്ടിലേക്കാണോ പോകുന്നത്? വീട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ താലി അവിടെ ചെന്നിട്ട് ഊരി വെക്കാം ഞാൻ, അല്ലെങ്കിൽ ഞാനൊരു ഹോസ്റ്റലിൽ പോകാം. ശ്രുതി പറയും, ഹോസ്റ്റലിലൊക്കെ പോയാൽ ഇന്ന് റൂം കിട്ടാൻ സാധ്യത കുറവാണ്. നിധി പറയും, അതും അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലിൽ റൂം എടുക്കാം, എൻ്റെ കയ്യിലാണെങ്കിൽ കാശുമുണ്ട്, ഞാൻ പോയിട്ട് ബുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ പോകാൻ നിൽക്കുകയാണ്. ശ്രുതി പറയും, നിൽക്ക്, താനിവിടെ ഇരിക്കേ, ഞാൻ പറയാമെന്ന് പറയും. ശ്രുതി പറയും, അക്കൗണ്ടിൽ കാശുള്ളത് ഇരിക്കട്ടെ, ഫോണിൽ സിം കാർഡ് ഉണ്ടോ? അതൂരി വലിച്ചെറിഞ്ഞില്ലേ? അത് കേൾക്കുമ്പോൾ നിധി പറയും, അയ്യോ, വള പണയം വെക്കാം, വീട്ടിൽ നിന്ന് പണം എടുത്താലോ എന്ന് വിചാരിച്ചതാ, പിന്നെ അച്ഛൻ്റെ കാശല്ലേ എന്ന് വിചാരിച്ചു. ശ്രുതി ഇങ്ങനെ ചിരിക്കുമ്പോൾ നിധി ചോദിക്കും, ഈ വളയുടെ കാര്യം കണ്ടിട്ടല്ലേ, വള എനിക്ക് മുത്തശ്ശി തന്നതാ, വീട്ടിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവരൊക്കെ അറിഞ്ഞാൽ വലിയ പ്രശ്നമില്ലേ എന്നൊക്കെ ചോദിക്കും. ശ്രുതി പറയും, എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, വീട്ടിലെല്ലാവരും അറിഞ്ഞു. സ്റ്റേഷനിൽ നിന്ന് വിളിച്ച കാര്യങ്ങളൊക്കെ ശ്രുതി പറയാണ്. നിധിക്കും, അയ്യോ കുഴപ്പമായോ? നിധി പറയും, എന്നാൽ നമുക്ക് ഹോട്ടലിൽ തന്നെ റൂം എടുക്കാമെന്ന് പറയും. ശ്രുതി ഇങ്ങനെ മനസ്സ് പറയും, ഇവളെയും കൊണ്ട് വീട് വരെ എത്തുന്നത് ഒരു ടാസ്ക്കാണല്ലോ. പോലീസുകാർ ചേട്ടനോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ വീട്ടിലെത്തിയ ഉടനെ അങ്ങോട്ട് ഫോൺ വിളിക്കാനാണ്. നമ്മൾ എൻ്റെ വീട്ടുകാരുടെ കൂടെ നിന്നിട്ട് ഒരു ഫാമിലി ഫോട്ടോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയും. ഇന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം, നാളത്തെ കാര്യം നാളെ നോക്കാം. വീട്ടുകാർ ദേഷ്യപ്പെടില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അറിയും, ഇയാളുടെ വീട്ടുകാരെ പോലെ ഒന്നും അല്ല എൻ്റെ വീട്ടുകാർ. നിധി അറിയും, എൻ്റെ വീട്ടുകാരങ്ങനെ കുഴപ്പക്കാരൊന്നുമല്ല. ശ്രുതി ഇങ്ങനെ മുഖത്ത് തടവിയിട്ട് പറയും, ഓവ് എനിക്ക് അത് കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി. ശ്രുതി ഹോട്ടലിലെ ബില്ലടച്ച് വരുമ്പോൾ നിധി ചോദിക്കും, ഇവിടുത്തെ ബില്ല് എത്രയായി? ശ്രുതിക്ക് എന്താ? നിധി പറയും, കണക്ക് വെച്ചാൽ മതി, ഞാൻ തരാം. ശ്രുതി ചിരിച്ചുകൊണ്ട് പറയും, ശരി. നികേഷും ഹരീഷും കൂടെ പടക്കവും പാട്ടിനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കാണ്. സുഭാഷ് വയ്ക്കും, ആ പെൺകുട്ടി കയറി വരുമ്പോൾ പേടിക്കുമോ? നീ നാട്ടുകാരെ മുഴുവൻ അറിയിക്കോ? ഹരീഷ് പറയും, അറിയട്ടേന്ന്, നമ്മുടെ വീട്ടിൽ പെൺകുട്ടി വരുന്നത് എല്ലാവരും അറിയട്ടെ. അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കുപ്പിയും ഗ്ലാസും കട്ടിലിൻ്റെ അടി കാണും. ഹരീഷ് പറയും, എനിക്ക് പേടി ആ ആളെ, 2 അടിച്ചു കഴിഞ്ഞാൽ അച്ഛൻ താണ്ഡവം തുടങ്ങും, അത് കാണുമ്പോൾ ആ കുട്ടി പേടിക്കും. സുഭാഷ് വയ്ക്കും, കുട്ടിയോ? ഏടത്തി അമ്മ. ഹരീഷ് പറയും, അമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ലല്ലോ, അതുകൊണ്ട് നാവ് വഴങ്ങി വരുന്നേ ഉള്ളൂ. നികേഷ് പറയും, എൻ്റെ നാവ് വേഗം വഴങ്ങി, എന്നാ കേട്ടോ, ഏട്ടത്തി അമ്മ. എന്നിട്ട് 3 കൂടെ ഇങ്ങനെ ചിരിക്കുകയാണ്. അച്ഛൻ വരുമ്പോൾ ഈ സെറ്റപ്പൊക്കെ കണ്ടിട്ട് വയ്ക്കും, എന്താടാ അവിടെ ഗാനമേള എങ്ങാനും ഉണ്ടോ? ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, അതിൻ്റെ പരിപാടിയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കും. ഹരീഷ് പറയും, ജീവനുള്ള ആളെയല്ലേ കൊല്ലാൻ പറ്റൂ. സുഭാഷ് പറയും, ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലേ? അച്ഛൻ ചോദിക്കും, നല്ല കാര്യമോ? ഈ വീട്ടിലോന്ന് ചോദിച്ചിട്ട് ചുറ്റുമൊന്ന് നോക്കുകയാണ്.